എല്ലാവർക്കും സുവർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് അതിനുള്ളിലെ മാക്സിമം മിനിമ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ഈ കുട്ടികൾ സാധാരണ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 9x² പ്ലസ് 12x പ്ലസ് 5. ഇതിൻ്റെ മാക്സിമവും മിനിമവും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനൊരു പ്രത്യേക രീതിയിൽ കൂടെ മാറ്റി ഇൻസ്പെക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. മീൻസ് കാണുക, ആൻസർ എഴുതുക. പക്ഷേ കാണുക, ആൻസർ എഴുതാൻ ആദ്യമേ പറ്റില്ല. ഇതിനൊരു പ്രത്യേക രീതിയിൽ കൂടെയൊക്കെ ഒന്ന് മാറ്റണം. ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങളിപ്പോൾ എക്സാമിന് വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചിരിക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, പിന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്, ഇൻസെഷൻസുകൾ, ചാപ്റ്റേഴ്സ് ഓർഡർ, എങ്ങനെയാണ് ഫുൾ മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഓർഡർ, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ തരും. ആകെ ഇത്രമേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ ഫീസ്. 1 ടൈം, വേറെ ഒന്നുമേ അടയ്ക്കേണ്ട, ഇത്രയും മാത്രം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ജോയിൻ ചെയ്യാൻ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്നുകിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 9x² പ്ലസ് 12x പ്ലസ് 5. ഇതിനെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലൊന്ന് മാറ്റാം എന്ന് പറഞ്ഞാൽ 9x², നിങ്ങൾക്കറിയാം 9x² എന്ന് പറഞ്ഞാൽ അത് 3x-ൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ മോനെ? 12x, ഓക്കെ, അത് അവിടെ കിടക്കട്ടെ. 12x-നെ നമുക്ക് മാറ്റാം, ഇപ്പം മാറ്റാം. 5-നെ നമുക്ക് പല രീതിയിൽ കൂടെ ഒക്കെ മാറ്റാം. ഇതിന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ സ്ക്വയർ ഫോമിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. ഹോൾ സ്ക്വയർ ഫോമിലാക്കിയാൽ നമുക്ക് എളുപ്പമാണ് മാക്സിമം മിനിമം പറയാൻ. നമുക്കറിയാം വാട്ട് ഈസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? a² പ്ലസ് 2ab പ്ലസ് b² അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, 3x-ൻ്റെ സ്ക്വയർ. അപ്പോൾ എയുടെ സ്ഥാനത്ത് 3x ആണല്ലോ. അടുത്ത ഈ 12x-നെ നമുക്ക് 2 × 3x × എത്രയോടെ വരണം മോനെ? 2 എഴുതി 2ab എന്ന് പറയുമ്പോൾ ബിയുടെ സ്ഥാനത്ത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പണിയാണേ. അപ്പോൾ 2 × 3x × 2 × 3x എത്രയാണ്? 12x അല്ലേ? സോറി, 6x. 6x × 2 വരുമ്പോഴില്ലേ മോനെ 12x ആവുന്നത്. അപ്പോൾ നമുക്ക് 12x-നെ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി 2 × 3x × 2 പ്ലസ് 5-നെ ഞാൻ 4+1 ആക്കി. ഈ 4+1 ആവാൻ കാരണം ഇവിടുത്തെ ഈ 2-ൻ്റെ സ്ക്വയർ എഴുതിയേക്കുക. ഇപ്പം നോക്കിക്കാൻ മോനെ, നമുക്ക് ഒരു ഇതിനെ ഒന്ന് മറ്റേ ഇതിൽ കൂടെ ഒന്ന് പറയാം. ദാറ്റ് ഈസ് 3x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3x × 2. 4-നെ നമുക്ക് 2² എന്ന് എഴുതാം പ്ലസ് 1. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, a² പ്ലസ് 2ab പ്ലസ് b² പ്ലസ് 1 ആണല്ലോ. a² പ്ലസ് 2ab പ്ലസ് b² ക്യാൻ ബി a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം മോനെ? 3x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. പ്ലസ് ആരുണ്ട് മോനെ? ഒരു 1. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനെ ഞാനൊന്ന് മാറ്റി ഈ പരുവത്തിലേക്ക് എത്തിച്ചു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം അതുപോലെ മിനിമം ആരാണെന്നൊന്ന് പറയാൻ ശ്രമിക്കാം. 3x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഓൾവേസ് പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഹോൾ സ്ക്വയർ. ഇനി ചിലപ്പോൾ എന്ത് വരാം? 0 വരെ താഴെ. എക്സിന് ചിലപ്പോൾ കറക്റ്റ് ഒരു നമ്പറിനെ കൊടുത്താൽ ഇതെന്താവാം? 0 വരെ താഴുകയും ചെയ്യാം. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? 3x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്കറിയാം എക്സിന് ആരെ കൊടുത്താലും ഹോൾ സ്ക്വയർ, ഇത് അകത്തേത് നെഗറ്റീവ് ആണെങ്കിൽ പോലും സ്ക്വയർ ഉള്ളതുകൊണ്ട് പോസിറ്റീവ്. അപ്പോൾ ഒരിക്കലും ഇത് നെഗറ്റീവ് ആവത്തില്ലെന്നറിയാം. ഇനി നമുക്ക് താഴെ വന്നാൽ 0 വരെ താഴാം. ഓക്കെ, 0 വരെ താഴെ, 0യോ അല്ലെങ്കിൽ പോസിറ്റീവിലോട്ടോ പോകാം. ഇത്രയും ഈ ബ്രാക്കറ്റ്. ഓക്കെ, ഈ 3x പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ഒന്നുകിൽ പ്ലസ് ആയിരിക്കും, ഇല്ലെങ്കിൽ 0 ആവും. ഒരിക്കലും നെഗറ്റീവ് ആയില്ല. അപ്പം ഏറ്റവും ചെറുതാവുന്ന സമയത്ത് എത്ര ആയിരിക്കും മോനെ? 0 ആവാനുള്ള സാധ്യതയുണ്ട്. 0 ആവുമെന്ന് വെച്ചാൽ പലർക്കും ഡൗട്ട്, അതെങ്ങനെ ആവുന്നത്? ഈ എക്സിനെ അങ്ങോട്ട് -2/3 എന്ന് കൊടുത്തേ. ഈ എക്സിന് -2/3 കൊടുത്ത് 3 × -2/3 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. 3 × 3 ക്യാൻസലായി. -2 പ്ലസ് 2 0 ദ ഹോൾ സ്ക്വയർ 0 അല്ലോ. അപ്പോൾ എക്സിന് -2/3 കൊടുത്ത് 0. അപ്പോൾ ഏറ്റവും താഴെ വന്നാൽ എവിടം വരെ താഴാം? 0 വരെ താഴുള്ളൂ. കാരണം നെഗറ്റീവ് ആവത്തില്ല, പിന്നെ 0 വരെ താഴാം. അപ്പോൾ 0 ആണ് ഇതിന് കിട്ടാൻ ഏറ്റവും ചെറിയ വാല്യൂ, അല്ലെങ്കിൽ ഇതങ്ങ് പോസിറ്റീവോട് കൂടി പോകും. അപ്പോൾ ഏറ്റവും ചെറുത്
ഇത്രയും കിട്ടാവുന്നതിൽ ഏറ്റവും ചെറുത് 0. അപ്പോൾ ഒരു 1 ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിട്ട് മാറും? 1 അതിൽ ഏറ്റവും ചെറുത് ഇതുവരെ 0യാണ്. പക്ഷെ ഒരു 1 കിടക്കുമ്പോൾ പിന്നെ നമ്മൾ പറയുമോ 0 ആണെന്ന് പറയുമോ? നമ്മൾക്ക് കൂട്ടി നോക്കിയപ്പം 0 അപ്പോഴേ ഇവിടെ ഒന്ന് കണ്ടുപിടിച്ചൊരു 1 ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ പറയും ഇപ്പം എൻ്റെ മാർക്ക് 1 പറയും. അതേപോലെ ഇത്രേൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആ സമയത്തൊരു ഒന്നുകൂടെ ചേരുമ്പോൾ നമ്മുടെ ചെറിയ വാല്യൂ എത്രയായിട്ട് മാറുക? 1 ആവും. ഏറ്റവും കുറഞ്ഞ ഒന്നെങ്കിലും ഉണ്ടാ എൻ്റെ കയ്യിൽ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇതിൻ്റെ മിനിമം വാല്യൂ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്രയാണ്? 1. ഏറ്റവും മിനിമം. കാരണം ഇതിന് കിട്ടാവുന്ന ഏറ്റവും ചെറുത് 0 ആ സമയത്ത് ഇതിന് കിട്ടുന്ന മിനിമം. പിന്നെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആൻസർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും ചെറുത് ഇതിൻ്റെ ആൻസർ 0 ആകുന്ന സമയത്ത് ഈ 1 ചേരുമ്പോൾ 0 + 1 1 ഈസ് ദ മിനിമം വാല്യൂ ആൻഡ് മാക്സിമം ഈസ് നോട്ട് ഡിഫൈൻഡ്. കണ്ടുപിടിക്കാൻ പറ്റില്ല, പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? എക്സിന് ഓരോ വലിയ നമ്പർ കൊടുക്കുമ്പോൾ ഹോൾ സ്ക്വയർ ചെയ്ത് പോസിറ്റീവ് ചെയ്ത് വലിയ നമ്പർ ആവുക. അപ്പോൾ ഒരിക്കലും നമുക്ക് എത്രയാണ് എൻ്റെ മാക്സിമം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് മിനിമം ഈസ് 1. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഇത്തിരി ടഫൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതിനെയൊക്കെ ടഫാണെന്ന് വിചാരിക്കുന്നതാണ് വലിയ തെറ്റ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ മടിയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ രീതി കൂടെ, ഇപ്പോഴത്തെ ട്രെൻഡിൽ കൂടെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുള്ളതിനെയൊക്കെ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഗുഡ് ബൈ.